ഇന്ന് മിന്നുവിന്റെ കല്യാണമാണ്. കിണാശ്ശേരി യത്തീംഖാനയിൽ വെച്ചാണ് മിന്നുവിന്റെ കല്യാണം നടക്കുന്നത്. മിന്നുവിന് 2.5 വയസ്സുള്ളപ്പോൾ തന്റെ ജ്യേഷ്ഠത്തിക്ക് പൊന്നുവിന് 4.5 വയസ്സുള്ളപ്പോൾ ഇവരുടെ ഉമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ആരുമല്ലാത്ത ഈ പിഞ്ചു പൈതങ്ങളെ മാതൃസ്നേഹം കിട്ടേണ്ട ഈ കുട്ടികൾക്ക് ഏറ്റെടുത്ത് പരിചരിച്ച് വളർത്തിയത് പിന്നീട് അങ്ങോട്ട് കോഴിക്കോട്ടെ വലിയൊരു സ്ഥാപനമായ കിണശ്ശേരി യത്തീംഖാനയാണ്. പിന്നെ ഈ കുട്ടികൾക്ക് മിന്നുവിനും പൊന്നുവിനും ഇവർക്ക് ഉമ്മയും ഉപ്പയും ഒക്കെ കിണാശ്ശേരി യത്തീംഖാനയായിരുന്നു, കിണാശ്ശേരിക്കാരായിരുന്നു. ഇന്നിതാ വലിയ സന്തോഷത്തിലാണ് മിന്നുവിനെ കെട്ടിച്ചയക്കുന്നത്. യത്തീംഖാനയെ നാട്ടുകാരും ചേർന്ന് കെട്ടിച്ചയക്കുന്നത് മലപ്പുറത്തേക്കാണ്. വരൻ വന്നു, ഇന്ന് കല്യാണം നടക്കുകയാണ്. എല്ലാവരും, ആ നാട്ടിലെ എല്ലാവരും ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ യത്തീംഖാനയിലെ അവിടെ താമസിക്കുന്ന അന്തേവാസികളുടെ സന്തോഷം നമ്മളൊന്ന് കാണണം. അവരുടെ കൂട്ടത്തിലുള്ള മിന്നു എന്താ പറയാ, വധുവായിട്ട് പോകുമ്പോൾ അവരൊക്കെ പുതിയ വസ്ത്രം ധരിച്ച്, എല്ലാവരും ഒരേപോലെയുള്ള വസ്ത്രം ധരിച്ച് അവിടെ താമസിക്കുന്നവർ, അത് കണ്ടപ്പോൾ എനിക്കും ഷാബിലിനും വലിയ സന്തോഷം ഉണ്ടായി. വീഡിയോ കാണുന്നവർക്കും എന്തായാലും വലിയ സന്തോഷം ഉണ്ടാവും. 2 വർഷങ്ങൾക്ക് മുന്നേ മിന്നുവിന്റെ ജ്യേഷ്ഠത്തി പൊന്നുവിന്റെ കല്യാണ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്ന് യാസിർ പൊന്നുവിനെ ഏറ്റെടുക്കുകയായിരുന്നു. യത്തീംഖാനയിലുള്ള ഒരു കുട്ടിയെ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട്. ഇന്ന് അവർ നല്ല സന്തോഷത്തോടു കൂടി ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിതാ അതേ ഭാഗ്യം അനിയത്തി മിന്നുവിന് ലഭിച്ചിരിക്കുകയാണ്. മറ്റൊരു വരൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കല്യാണ വിശേഷമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. ആരുമില്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവും എന്നതിന്റെ ഒരു തെളിവാണിത്. ഈ കല്യാണത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങൾ ആശംസകളും നൽകണം. ഇത് ഒരു വ്യത്യസ്തമായ ഒരു കല്യാണമാണ്. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കല്യാണ വിശേഷത്തിലേക്കാണ് കടക്കുന്നത്. പ്രിയപ്പെട്ട അബ്ബാസ് അലി തങ്ങളാണ് നിക്കാഹിന് നേതൃത്വം നൽകിയത്. ചെറുപ്പം മുതലേ ഇപ്പൊ ഈ നിലയിലെത്തിയൊക്കെ കാരണം യത്തീംഖാനക്കാരാണ്. നാട്ടുകാരെ സഹായം ഒക്കെ ഉണ്ട്. നല്ല സന്തോഷമുണ്ട്. നല്ലൊരു ജീവിതം ഇനി അനിയത്തിക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഞാൻ. സന്തോഷം. ഇതെന്താ അറിയാ പൊന്നു, ആരെ കല്യാണം? എൻ്റെ അനിയത്തിന് കല്യാണം. അനിയത്തിന് കല്യാണം. യാസിർ ഭായ്, അസ്സലാമു അലൈക്കും. അസ്സലാം. എന്താണ് വളരെ സന്തോഷം. ഇതിപ്പോ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇത് യാസിർ ഭായ്, ഇത് പൊന്നു. പൊന്നു ഇവിടെ പഠിച്ചതാണ് യത്തീംഖാനയിൽ. പൊന്നുവിന്റെ അനിയത്തി മിന്നു. നേരത്തെ പറഞ്ഞല്ലോ നമ്മള്, മിന്നുവിന്റെ കല്യാണമാണ്. സന്തോഷായില്ലേ? യാസിർ ഭായ് പിന്നെ അന്ന് കല്യാണമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പൊന്നുവിനെ. പിന്നെ എന്താ പറയാ, ഇപ്പൊ എത്ര മക്കളായി? ഒരു കുട്ടിയായില്ലേ? എന്ത് തോന്നുന്നു കല്യാണം? മൂത്തച്ഛനാണല്ലോ. സുഖമായിട്ട് പോകണം. എന്താ അനിയത്തിന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ എന്ത്, എവിടുക്ക കല്യാണം? എവിടുക്ക? മലപ്പുറത്തേക്കാ കെട്ടിക്കുന്നത്. മലപ്പുറത്തേക്കാ കെട്ടണത്. പുതിയ പോകണ്ടോ? നിങ്ങൾ പോണില്ലേ? പുതുക്കം പോകും. നാളെ പോവും. നാളെ പോവും. ഇപ്പൊ എന്താ മനസ്സിൽ തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. സന്തോഷം തോന്നുന്നു. എങ്ങനെയുണ്ട് യത്തീംഖാനന്റെ സപ്പോർട്ട് നിങ്ങളെ കല്യാണത്തിനും ഇപ്പൊ അനിയത്തിയുടെ കല്യാണത്തിനും? എന്ത് തോന്നുന്നു? യത്തീംഖാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ഇതാണ്, സപ്പോർട്ടാണ്. നാട്ടുകാരോ? അതിനെക്കാട്ടി സപ്പോർട്ടാണ് നമുക്ക്. യാസിർ ഭായ്, എന്ത് തോന്നുന്നു? നിങ്ങൾ പൊന്നുവിനെ ഇഷ്ടപ്പെടുന്നു, മീൻസ് ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിലാണല്ലേ ജീവിതം മുന്നോട്ട് പോണത്. ഇപ്പൊ ഈ കല്യാണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? സന്തോഷാണല്ലേ? ഓക്കെ. അവരെന്താണ് ജോബ്? എന്താ ജോലി? എന്താ? ഗൾഫിലാണ് അല്ലേ? ഏതായാലും ഇതൊക്കെ വലിയൊരു ഹാപ്പി ആട്ടോ. സന്തോഷം. കുട്ടിയുടെ ഉറങ്ങാണല്ലേ? ഇതൊക്കെ ഇവിടുത്തെ പിന്നെ താമസക്കാരല്ലേ, യത്തീംഖാനയിലെ കുട്ടികളാണ്. നിങ്ങളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടാ. നിങ്ങൾ ഇവിടെ പഠിച്ചോ? ആണല്ലേ? പേരെന്തേന്നു? ഇയാളെ പേരെന്താ? അഹ്മദ്. ഇപ്പൊ ആരെ കല്യാണ കഴിഞ്ഞത്? ജംഷിറാത്തന്റെ. ഇങ്ങോട്ട് ഇരിക്കും. ജംഷിറാത്തന്റെ കല്യാണം കഴിഞ്ഞത് ആണോ? പുതിയാപ്പിളിനെ കണ്ടങ്ങള്? എവിടെ പുതിയാപ്പിള? എവിടെ ആണോ? കല്യാണത്തിന് ഇന്ന് എന്താ ഉള്ളത്? ബിരിയാണി ഉണ്ടാവോ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ്? 6th. ആഹാ. നീയോ? നിന്റെ പേര് പറയ്. ആണല്ലേ? ഇയാളെ പേരോ? ഒക്കെ ഇവിടുത്തെ നല്ല ടോല്. അവിടെ ഓലെ പെങ്ങളെ കല്യാണം അല്ലേ? ഇവരെ പെങ്ങളെ കല്യാണല്ലേ? താത്താന്റെ അല്ലേ? ഷാവൂലേ? എന്താ ഒരു ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് കൂടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഒരുപാട് കല്യാണം ലൈഫിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കല്യാണം ആദ്യമായിട്ടാണ്.
കാരണം ഒരു അനാഥാലയത്തിൽ 2-3 വയസ്സുള്ള 2 കുട്ടികളെ രക്ഷിതാക്കൾ ഉപേക്ഷിച്ച് പോയിട്ട് ആ അനാഥാലയം അവരെടുത്ത് വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് കല്യാണം നടത്തുന്നത്, അതും ആ അനാഥാലയത്തിന് കീഴിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്ത്, അത് അത്രയും നല്ല ഗ്രാൻഡായിട്ട് അവർ നടത്തി, ഒരു കുറവില്ലാതെ. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് യത്തീംഖാനന്റെ ആ സേവനം, പിന്നെ ഇവിടുത്തെ നാട്ടുകാര് പിന്നെ അതിലുപരി യത്തീംഖാന എല്ലാ കുട്ടികൾക്കും ഒരേ മോഡലുള്ള നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഉത്സവമാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ശരിക്കും ഹാർട്ട് ടച്ചിങ് തന്നെയാണ്. ഒരു മനസ്സിനെ ടച്ച് ചെയ്ത കല്യാണം എന്ന് പറയില്ലേ, മറക്കാൻ പറ്റില്ല. ഏതായാലും നമ്മള് സന്തോഷം. നാസിക്ക എന്തായിരുന്നു ഫുള്ള് പേര് എങ്ങനെ പറയാ? എന്റെ നാസിം മൂപ്പൻ എന്നാണ് എന്റെ പേര്. നമ്മളെ ഫാദർ വിലക്കായിരുന്നു ഈ സ്ഥാപനം. ഇപ്പൊ നേരത്തെ ജ്യേഷ്ഠത്തിയുടെ പൊന്നിന്റെ ഭർത്താവാണ്. പൊന്നിന്റെ അനിയത്തി മിന്നുന്റെ കല്യാണം നടക്കുന്നു. എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇവര് 12 വർഷമായി. ഞാൻ 2009 കമ്മിറ്റിയിൽ വന്നത്. ഫാദർ മരണ ശേഷം ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നതിന് ശേഷം നമ്മൾ നോക്കിയ കുട്ടികളാണ്. നമ്മളിലെ സമയത്താണ് ഇവരെ കല്യാണം നടന്നത്. അതിൽ വളരെ സന്തോഷം. സൂപ്പറാണ്. അതല്ല, നമ്മൾ എവിടെ കണ്ടുകയാണെങ്കിലും നസർ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്ക് മലപ്പുറം അരീക്കോടിലേക്കാണ് നോക്കുന്നത്. പ്രപ്പോസൽ അവര് നമ്മളെ ചാനലുകൾ കണ്ടിട്ട് ഇവിടെ അന്വേഷണം നടത്തിയാണ്. നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ നല്ല കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് ഉറപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കര സന്തോഷം. കംപ്ലീറ്റ് കാര്യങ്ങൾ എത്തിങ്ങാനന്റെ, അതേപോലെ തന്നെ എത്തിങ്ങാനന്റെ സ്കൂളുണ്ട്. അതിനൊക്കെ കംപ്ലീറ്റ് ഈ മക്കളെ പോലെ നോക്കിയ ആളാണ് നാസിം. തിരക്കില. ഇപ്പൊ അവിടെ പിന്നെ മണവാട്ടി അവിടെ ഉണ്ട്.